അത് മറ്റേ സിനിമ ടാമ്പിലുണ്ടാവും. അത് ഇന്റർവ്യൂ എടുക്കില്ല. മഞ്ഞുവിനെ പിടിച്ചിരുത്തി മഞ്ഞു വന്നിട്ട് അപ്പം ചെയ്യാനുള്ള കൈയെടുക്ക് പിള്ളേരെ കണ്ടു അതിന് കോണ്ടാക്ട് ഉണ്ട്. ഇടയ്ക്ക് ടെക്സ്റ്റ് ചെയ്യാൻ മനസ്സിൽ ഇപ്പോഴാണ് കാണുന്നത്. ചെറിയ ആളല്ലേ? ചെറിയ ആളല്ലേ? നമ്മുടെ അല്ല ഞാനത് കേട്ടു എന്താ ചോദിക്കാൻ പോകുന്നത്. ഇത്ര സിമ്പിളാണ്, പ്രശ്നമൊന്നുമില്ല. നിങ്ങളെ അതിൻ്റെ ഓർഡർ ചെയ്തിട്ട് പോയതാണ്. കടന്ന് കൂടുതലുണ്ട്.
അമല ഹോസ്പിറ്റലിലെ നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങൾ എല്ലാവരെയും നിങ്ങളുടെ പൊസിഷനിലേക്ക് ബാക്കി പൊസിഷൻസ് ഒന്ന് പോകുമോ എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ ഉടൻ ആരംഭിക്കാം. അതാണ് റിക്വസ്റ്റ് ചെയ്തു. Media teams എല്ലാവരും ഒന്ന് join the crew. We are about to start. Very warm good evening to one and all present here. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് രവിശങ്കർ, ഡെന്നിസ്, ആമി, നിരഞ്ജൻ, അതുപോലെ തന്നെ മോന, ഇവരെല്ലാവരും നമ്മളെ എല്ലാവരെയും കാണാനായിട്ട് ബിഗ് സ്ക്രീനിലേക്ക് ഒരിക്കൽ കൂടി. ബിക്കോസ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് എൻ്റെ ഒന്നും ജനറേഷനിൽ പെട്ട ആൾക്കാർക്ക് പറ്റിയിട്ടില്ല. അപ്പൊ നമുക്കൊക്കെ ഒരു വലിയ ഭാഗ്യമാണ് ഇത്. അതിനായി ആദ്യം തന്നെ ഒരു വലിയ നന്ദി ഞാൻ ഇതിന്റെ ക്രിയേറ്റേഴ്സിനെ പറയുകയാണ്. സോ ടോക്കിംഗ് അബൌട്ട് കോക്കോസ് ഫിലിംസ്, കഴിഞ്ഞ 40 വർഷമായിട്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഇവർ നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വളരെ വലുതാണ്. ദ ലെഗസി ദേ ഹോൾഡ്, ദ ഹെറിറ്റേജ്, അതുപോലെ തന്നെ സിനിമയോടുള്ള ഒരു പാഷൻ ആൻഡ് അവരുടെ ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും അതുകൊണ്ടൊന്നും മാത്രം കൊണ്ട് തന്നെ ഈ സിനിമയുടെ ക്രിയേറ്റേഴ്സിനെയാണ്. രഞ്ജിത്ത് സർ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല ഡ്യൂ ടു ഹിസ് ബിസി സ്കെഡ്യൂൾസ്. യെറ്റ് വി ഹാവ് CR കോക്കർ സർ ആൻഡ് സിബി മലയൻ സർ. സോ രണ്ടുപേരെയും ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു. സർ പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. ഒരു മൈക്ക് കൂടി ഒന്ന് തരൂ. ഐ വുഡ് ലവ് ദം ടു ടോക്ക്. സർ, ഒരു വലിയ പ്രൗഡ് മൊമെന്റ് ആയിരിക്കും. വീണ്ടും നിങ്ങളുടെ ക്രിയേഷൻസിന് പുതിയ തലമുറ കൂടി കൈയടിക്കാൻ പോവുകയാണ്. സിനിമകളെ കുറിച്ച് നമ്മൾ പറയാറുള്ളത്, ഈ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു മലയാളത്തിലെ ഒരു പ്രൊഡ്യൂസർ, അന്ന് തമിഴിൽ വലിയ വലിയ വിജയകരമായ സിനിമകൾ ചെയ്ത ഒരു പ്രൊഡ്യൂസറുണ്ട്, KT കുഞ്ഞുമോൻ. അദ്ദേഹം ജെന്റിൽമാൻ പോലെയുള്ള വലിയ സിനിമകളൊക്കെ ചെയ്യുന്ന കാലത്ത് അദ്ദേഹം എന്നെ സമീപിച്ചു, മലയാളത്തിലൊരു വലിയ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനതിന് വേണ്ടിയിട്ടൊരു കഥ ആലോചിക്കുന്ന ഘട്ടത്തിൽ റൈറ്റർ രഞ്ജിത്തുമായിട്ട് ഞങ്ങളൊരു കഥ ഇങ്ങനെ ആലോചിച്ചു. ഒരുപാട് കഥ ആലോചിച്ചിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഈ കഥാചർച്ചകളുടെ വിരസത മാറ്റാൻ വേണ്ടിയിട്ട് ചെന്നൈയിലാണ് ഞങ്ങൾ, ചെന്നൈയിൽ വുഡ്ലാൻഡ്സ് ഹോട്ടലാണ്. ഒന്ന് സമയം ബോറടി മാറ്റാൻ വേണ്ടിയിട്ടൊരു സിനിമ കാണാൻ പോയി. അതാണ് ഹം ഹാപ്പി എഗോൻ എന്ന് പറയുന്ന വളരെ വലിയ ഹിറ്റായ ഹിന്ദി സിനിമ. അവിടെ തിയേറ്ററിൽ 100-ാം ദിവസം ഓടുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, നമുക്ക് മലയാളത്തിൽ ഇതുവരെ ഇത്തരത്തിലുള്ളൊരു കളർഫുൾ മ്യൂസിക്കൽ ഡാൻസൊക്കെ ഉള്ള ഒരു എൻ്റർടൈനർ നമുക്ക് ഉണ്ടായിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു സിനിമ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അതിൽ നിന്നാണ് അതാണ് ഫസ്റ്റ് തോട്ട് വരുന്നത്. അതിലൊരു കഥ രൂപപ്പെടുത്തിയിട്ട് ഞങ്ങൾ പോയി KT കുഞ്ഞുമോൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് ഇതേ അല്ല. അദ്ദേഹത്തിൻ്റെ അതിനു മുമ്പത്തെ സിനിമയിൽ ട്രെയിനിൻ്റെ മുകളിൽ കൂടെ ജീപ്പ് ചാടുന്ന അങ്ങനെ ഭയങ്കര ആക്ഷൻസും ഒക്കെ ഉള്ള വലിയ സിനിമയാണെന്ന് പറഞ്ഞു. അപ്പം എന്നെക്കൊണ്ട് അത് കൂട്ടിയാൽ കൂടാത്ത പരിപാടിയായതുകൊണ്ട് ഞാൻ പതുക്കെ വലിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു തമിഴ് പ്രൊഡ്യൂസർ വരുന്നു. തമിഴ് പ്രൊഡ്യൂസർ സിനിമ ചെയ്യാൻ വന്നപ്പം അദ്ദേഹം ഒരു കഥയായിട്ട് വന്നു. ആ കഥയൊന്നും എനിക്ക് വർക്കായില്ല. ആ സമയത്താണ് ഞാൻ അദ്ദേഹത്തോട് ഈ കഥ പറയുകയും അവർക്കത് താല്പര്യമാവുകയും അങ്ങനെ അവർ ഈ പ്രോജക്റ്റിലേക്ക് എത്തുകയാണ്. അങ്ങനെ ജയറാമിനെയും പ്രഭുവിനെയും കാസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഒരു നായിക ആരാണ് എന്നുള്ള എൻ്റെ മനസ്സിൽ ആദ്യം തെറ്റിട്ടുണ്ടായിരുന്നു മഞ്ജുവാണ്. മഞ്ജു ആ സമയത്ത് എൻ്റെ കൂടെ തന്നെ പ്രണയവർണ്ണങ്ങൾ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു രാത്രി മുഴുവൻ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ മഞ്ജുവിനടുത്ത് ഈ പ്രോജക്റ്റിനെ പറ്റി പറയുന്നത്. മഞ്ജു ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം മഞ്ജു വന്ന് അത് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ മഞ്ജുവും ആ പ്രോജക്റ്റിലേക്ക് വരികയാണ്. തമിഴ് സിനിമയിൽ അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നത്
ഏരിയ വൈസുള്ള ഡിസ്ട്രിബ്യൂഷൻസാണ്. അപ്പോൾ ഏരിയ വൈസ് പടം മേടിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് ഒരു ബിസിനസ് ടാക്ടിക്സാണ് ഇവർ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് നടത്തുക, ഒരു പൂജാ സെറമണി നടത്തുക, അങ്ങനെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം വന്നു. അങ്ങനെ ഒരു പാട്ട് സിനിമയിൽ വന്നേക്കാം സാധ്യതയുള്ളൊരു പാട്ട് റെക്കോർഡ് ചെയ്ത് അങ്ങനെ ആദ്യമായിട്ട് ഒരു പാട്ട് ഷൂട്ട് ചെയ്തു. ഫസ്റ്റ് മഞ്ജുവും പ്രഭു അഭിനയിക്കുന്നൊരു പാട്ട് ഷൂട്ട് ചെയ്തു. മഞ്ജുവിൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ അഭിനയിച്ച അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത സിനിമ ഏതാണ്? അത് ആ ഒരു പാട്ട് മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ. പക്ഷേ ആ സിനിമ ടേക്ക് ഓഫ് ചെയ്തില്ല. അതിന് ഞങ്ങളെല്ലാവരും ഊട്ടിയിലേക്ക് ഷൂട്ടിങ്ങിന് പോകാൻ തയ്യാറായ 2 ദിവസത്തിനുള്ളിൽ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ്. ആ സമയത്തേക്കും പ്രോജക്റ്റ് ഡ്രോപ്പായി. സിനിമ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഫിനാൻഷ്യൽ എന്തോ ഒരു ഹിൻഡ്രൻസ് വന്നു, അത് നിന്ന് പോയി. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളായിരുന്നു രഞ്ജിത്തായിരുന്നു, എം രഞ്ജിത്ത്. തുടരുമെന്ന സിനിമകളൊക്കെ പ്രൊഡ്യൂസറായ രഞ്ജിത്തായിരുന്നു. അദ്ദേഹം സിയാദ് കോക്കറിൻ്റെ ഒരു മറവത്തൂർക്കനം എന്ന് പറയുന്ന സിനിമ കൂടെ വർക്ക് ചെയ്യുന്നത് പ്രൊഡക്ഷൻ കൺട്രോളായിട്ട്. അപ്പോൾ എൻ്റെ തമിഴ് പടത്തിൻ്റെയും പ്രൊഡക്ഷൻ കൺട്രോൾ രഞ്ജിത്തായിരുന്നു. അപ്പോൾ രഞ്ജിത്ത് ഇന്ന് രാവിലെ കുറേ പേപ്പറൊക്കെ ചുരുട്ടി പിടിച്ച് പോകും. സിബിസാറിൻ്റെ തമിഴ് പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷനാണെന്ന് പറഞ്ഞ് പോകും. ഒരു ദിവസം വന്നിട്ട് പറഞ്ഞ് ആ പ്രോജക്റ്റ് ഡ്രോപ്പായി, പക്ഷേ മലയാളത്തിൽ ഗംഭീര കഥയാണ്, മലയാളത്തിലെടുത്താൽ നന്നാവും. അപ്പോൾ സിയാദ് പറഞ്ഞു ഞാൻ കഥ കേൾക്കാമെന്ന് പറഞ്ഞ് സിയാദ് കഥ കേൾക്കുന്നു. അങ്ങനെ ആ പ്രോജക്റ്റ് മാറി മലയാളത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രഭുവിൻ്റെ റോഡിലേക്ക് ഒരാളെ കണ്ടെത്തണം. അങ്ങനെ സുരേഷ് ഗോപി വരുന്നു. അങ്ങനെ അതേ പ്രോജക്റ്റ് മലയാളത്തിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ആവുകയാണ്. അപ്പോഴൊന്നും അതിൻ്റെ ക്ലൈമാക്സിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം എഴുതിയിട്ടില്ല, സ്ക്രിപ്റ്റ് എഴുതി വരുന്നേ ഉള്ളൂ. ഷൂട്ടിങ്ങിൻ്റെ ഒരു പകുതിയായപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, ആര് വേണം, ഇപ്പോൾ കമലഹാസൻ വേണോ രജനീകാന്ത് വേണോ എന്നൊക്കെ പറഞ്ഞ ചർച്ചകളോടി അത് ലാലിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് വഴികളോട് സഞ്ചരിച്ച് ഇതിൻ്റെ റിലീസ് വരുമ്പോഴും നമുക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹരികൃഷ്ണൻ എന്ന് പറയുന്നത് മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമയുടെ ഒപ്പം 1998 ഓണത്തിന് റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് എല്ലാവരും അതിൻ്റെ കൂടെ ഇറങ്ങേണ്ടിയിരുന്ന ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ, ഈ വലിയ സിനിമ ഹരികൃഷ്ണനെ കണ്ടും ഇന്ന് റിലീസ് മാറ്റി, അതാണ് പഞ്ചാബി ഹൗസ്. പക്ഷെ ഞങ്ങൾ ഈ സബ്ജക്റ്റിലുള്ള ഈ സിനിമയിലുള്ള കോൺഫിഡൻസ് കൊണ്ട് നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്തു. 2 സിനിമയും ഒരേപോലെ ഒരു ഓണക്കാലത്ത് 2 സിനിമകൾ ഒരുമിച്ച് സക്സസ്ഫുൾ ആകുക എന്ന് പറയുന്നത് അപൂർവമാണ്. ഈ സിനിമ രണ്ടും വിജയിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ കാലം അതിനെ കാത്തുവെച്ച മറ്റൊരു അത്ഭുതത്തിലേക്ക് എത്തുകയാണ്. അത് 27 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ സിനിമ ഇന്നും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ഇതിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ അതേ നിലയിൽ തുടരുകയാണ്. ഞാൻ ഏത് ക്യാമ്പസിൽ പ്രത്യേകിച്ചും വിമൻസ് കോളേജിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ഇടുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് വരുന്ന ചോദ്യം പൂച്ചയെ കൊണ്ടുപോയത് ആരാണെന്നുള്ളതാണ്, പൂച്ച അയച്ചത് ആരാണെന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം ഈ സിനിമയിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഒരുപാട് പേര് വെച്ച് പുലർത്തുന്നുണ്ട്. അതും ഇപ്പോഴും സസ്പെൻസായിട്ട് അവിടെ തന്നെ തുടരട്ടെ. സിയാദ് കോക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എൻ്റെ അടുത്തൊരു സിനിമ ചെയ്യാനായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഈ സിനിമ ചെയ്യുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അന്ന് എനിക്ക് എൻ്റെ തിരക്കുകൾ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ച സമയത്ത് എനിക്ക് ആ സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല. യാദൃശ്ചികമായിട്ട് സിയാദിലേക്ക് സിനിമ എത്തിച്ചു വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ആദ്യത്തെ സിനിമ അതാണ്, ഈ സമ്മറാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഞാൻ മിസ് ചെയ്തിട്ട് നല്ല പ്രൊഡ്യൂസറെയാണ് ഇത്രയും കാലം. കാരണം ഒരു സിനിമയെ അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. കഥ എന്താണെന്ന് ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാൽ ഇത്രാമത്തെ സീൻ ചോദിച്ചാൽ പറയുന്ന ആളാണ്. അത്രമാത്രം ആ സിനിമയെ ഫോളോ ചെയ്യുന്നത്. ഏത് കഥയും നമ്മളൊരു കഥ പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞാൽ ആ കഥ പറയും, തിരിച്ച് നമ്മളടുത്ത് ഇങ്ങോട്ട് പറയും. അങ്ങനെ സിനിമയെ പാഷനോടുകൂടി സമീപിക്കുന്ന അപൂർവം പ്രൊഡ്യൂസർമാരിൽ ഒരാളാണ്. അതിൻ്റെ ഓരോ ഘട്ടങ്ങളും അറിയാം. സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എന്തിനാണ് ഞാൻ ഈ പൈസ മുടക്കുന്നതെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് അത് നന്നാക്കാൻ വേണ്ടി ഏതറ്റം വരെയും സ്പെൻഡ് ചെയ്യാൻ തയ്യാറായ ഞാൻ വർക്ക് ചെയ്ത ഏറ്റവും നല്ല പ്രൊഡ്യൂസർമാരുടെ ഒരാളാണ് സിയാദ്. ഈ സിനിമ ചെയ്തുകൊണ്ടാണ് ഇത് ഇത്രയും ഗംഭീരമായ ഒരു വിഷ്വൽസും കാര്യങ്ങളും കളർഫുള്ളായിട്ടുള്ളൊരു സിനിമ ഉണ്ടാകുന്നത്. ദേവദൂതനിലും അത് തന്നെയാണ് സംഭവിച്ചത്. ആ സിനിമയുടെ ക്വാളിറ്റിയെ മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഈ സിനിമ വീണ്ടും 21 വർഷത്തിന് ശേഷം നിങ്ങളിലേക്ക് എത്തുമ്പോൾ അതൊരു വലിയ വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. ഇന്നും ഈ സിനിമ അതിൻ്റെ ആ യൗവനം നിലനിർത്തി 27 വയസ്സിൻ്റെ പ്രായം ആ സിനിമയ്ക്കായിട്ടില്ല. ഇന്നും മഞ്ജുവിനെ പോലെ ആ യൗവനം ഇപ്പോഴും തുടരുകയാണ്. നിങ്ങൾ സർപ്രൈസുകൾ ഈ വേദിയിൽ സംഭവിക്കും. പ്രായത്തിൻ്റെ കാലത്തിൻ്റെ മാറ്റങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. എല്ലാവർക്കും ഇവിടെ ഈ സംഘടനയിലേക്ക് എത്തിയ എല്ലാവർക്കും ഈ ചടങ്ങ് വിജയകരമായി പര്യവസാനിക്കാനായിട്ട് ഞങ്ങളുടെ എല്ലാ സാന്നിധ്യം ഞങ്ങൾക്ക് കൂടെയുള്ളതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു സർ. നമസ്കാരം. സി പി പഠനന്മാരിൽ തന്നെ വളരെ
യാദൃച്ഛികമായി ഞാൻ 10 വർഷത്തിന് മുമ്പ് അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യണം. ഞാൻ സത്യനന്ദിക്കാടും ഒക്കെ ആയിട്ടുള്ള കൂട്ടുകെട്ടിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. BTH ഭാരത് ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്ന സ്ഥലത്ത് ഇദ്ദേഹം വേറൊരു പടത്തിൻ്റെ ഡിസ്കഷൻ്റെ ഇടയിലാണ് ഞാൻ പോയി മീറ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്നത് എനിക്കൊരു പടം ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും അത് ചെയ്യാം. ഞാൻ കുറച്ച് പടങ്ങളായി. പക്ഷേ 10 വർഷത്തിന് ശേഷമാണ് അത് സംഭവിച്ചത്. സിബി ആദ്യം പറഞ്ഞതുമാതിരി തന്നെ സിനിമ സംഭവിക്കുന്നതാണ്. നമ്മൾ നാളെ കാലത്തൊരു സിനിമ ഉണ്ടാക്കാം, എൻ്റെ ഭാവനയിലുള്ള കാര്യവും നാളെ കാലത്തൊരു സിനിമ ഉണ്ടാക്കാം എന്നും പറഞ്ഞ് ഇറങ്ങി തിരിഞ്ഞിട്ടില്ല. അത് സംഭവിക്കപ്പെടും. അതിന് തോട്ട് പ്രോസസ്സുണ്ട്, കാര്യങ്ങളുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒത്തിണങ്ങി വരുമ്പോൾ അത് സംഭവിക്കുന്നതാണ്. ഈ സമരംഭത്തിലേൻ്റെ ഒരു പ്രത്യേകത സിബി നേരത്തെ സൂചിപ്പിച്ചു. ഇതിൻ്റെ ക്ലൈമാക്സ് നിരഞ്ജൻ എന്ന കഥാപാത്രം ഇല്ല. സിനിമ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ പകുതിയായപ്പോഴും ഇല്ല. ഞങ്ങൾക്ക് ആകെ അറിയാവുന്നത് ആമിയുടെ കൂടെ ചുറ്റുപാടുമുള്ള ഡെന്നീസിനെയും അങ്ങനെയുള്ള ഒരു കുറേ കാര്യത്തിൽ ഏറ്റവും വലിയ അനുഭവം അതൊരു വെക്കേഷൻ ടൈമിലാണ് ഷൂട്ട് ചെയ്തത്. എൻ്റെ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് എൻ്റെ മകള് ഇവിടെയുണ്ട്. അവളൊക്കെ കൊച്ചായിരുന്നപ്പോഴത്തേക്കും ആ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. മഞ്ജുവിന് അതിശയത്തോടു കൂടിയാണ് മഞ്ജു ഇന്ന് അവളെ മീറ്റ് ചെയ്തത്. അവൾ നേരത്തെ മീറ്റ് ചെയ്തിട്ടുണ്ടെന്നാലും. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റിലല്ലാതെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ഒരു സിനിമ ചെയ്യുക ജീവിതത്തിൽ ചിലപ്പോൾ കിട്ടുന്ന ഭാഗ്യങ്ങളാണ്. അപ്പം അങ്ങനെ ഉണ്ടായ സിനിമയാണ്. ആ സിനിമ ഇതേമാതിരി തന്നെ നിരഞ്ജനൊക്കെ വന്നു, അതൊക്കെ കംപ്ലീറ്റഡായി. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിനിണങ്ങിയ ഒരു സിനിമ അത് ജീവിതത്തിൽ 1-2 സിനിമകളെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ഉണ്ടാകുള്ളൂ. അത് തീർച്ചയായിട്ടും എനിക്ക് ആ കാര്യം. പിന്നെ ഇതിനൊരു ഇൻസ്പിറേഷൻ ഇത് തീർച്ചയായിട്ടും മനസ്സിൽ ഇങ്ങനെ സ്റ്റക്ക് ഓൺ ആയിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ആമി അഥവാ അഭിരാമി. അഭിരാമിയുടെ ആ ഒരു എനർജി കൊണ്ടും ഇന്നസെൻസ് കൊണ്ടും നർമ്മം കൊണ്ടും ഒക്കെ, പിന്നെ ആദ്യം ഒരു ടോം ബോയിഷ് ആയിട്ട് തുടങ്ങിയിട്ട് ലാസ്റ്റ് വളരെയധികം ആ ഒരു ഫെമിനിറ്റിയോട് കൂടി വരുന്ന അത്രയും അധികം പവർഫുൾ ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് മലയാളത്തിൽ വളരെ ചുരുക്കമാണ്. അഭിരാമി ഇപ്പോൾ കഴിഞ്ഞ 27 years ആയിട്ട് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഏജിങ് ലൈക്ക് ഫൈൻ വൈൻ ആണ്. സമരൻ ബദ്ലഹമിനെ പോലെ തന്നെ നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചി. അപ്പം വിത്ത് ലോട്ട്സ് ഓഫ് ഗ്രേസ് ആൻഡ് സ്ട്രെങ്ത് മലയാള സിനിമയുടെ നിറസാന്നിധ്യമായിട്ടുള്ള മഞ്ജു വാര്യരാണ് വേദിയിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് പുട്ട് ഹാൻഡ്സ് ടുഗദർ ഫോർ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് മഞ്ജു ചേച്ചി. ചേച്ചി ലുക്കിംഗ് സോ വൈബ്രന്റ് ആൻഡ് യങ്. ഇപ്പൊ ഇവരുടെ എല്ലാവരും പറഞ്ഞതുപോലെ സിനിമ ഇറങ്ങിയപ്പോൾ സിനിമയിലെ ചേച്ചിയുടെ കോസ്റ്റ്യൂംസും വളരെ ഹിറ്റായിരുന്നു. ആ പാട്ടിലെ ചേച്ചി ഇട്ടിരിക്കുന്ന ചുരിദാർ പോലുള്ളൊരു ചുരിദാർ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. വൈറ്റ് അത് തന്നെ. അപ്പം വാട്ട് ഡു യു ഫീൽ ചേച്ചി? എനിക്കിത് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല ശരിക്കും. ഇപ്പോൾ ഇവിടെ സിബി സാറും സിയാദിക്കയും പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്നത് എല്ലാ സിനിമകളും നമ്മൾ ചെയ്യുന്നത് നന്നായി വരണം എന്നൊക്കെയുള്ള സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. പക്ഷേ ഇങ്ങനെ എല്ലാ ചേരുവകളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒത്തുവന്ന് അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനേക്കാളും ഉപരി സ്നേഹത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്ന സിനിമകൾ എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടാവുമായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എപ്പോൾ എന്നോട് സ്നേഹമുള്ളവർ വന്ന് എൻ്റെ അടുത്ത് പറയുമ്പോഴും അതിൽ സമരൻ ബദ്ലഹേമിൻ്റെ പേര് തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ ഒരു സിനിമയും കഥാപാത്രവുമായിരുന്നു ഇത്. ഒരുപക്ഷെ ആ കാലത്ത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഇത് എത്രമാത്രം വലിയ സ്കെയിലുള്ളൊരു സിനിമയാണെന്നോ, എന്തുമാത്രം സ്പെഷ്യലായിട്ടുള്ള എന്തുമാത്രം വലിയൊരു സിനിമയുടെ ഭാഗം, ഒരു മൾട്ടി സ്റ്റാർ സിനിമയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവോ അല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രഷറോ ഒന്നും ആ പ്രായത്തിൽ ഞാൻ അതൊന്നും തിരിച്ചറിയാനുള്ളൊരു പക്വതയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ചേച്ചി വളരെ യങ് ആയിരുന്നു. പ്രണയവർണ്ണങ്ങളും കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. രഞ്ജിയേട്ടൻ ആണെങ്കിലും ആറാം തമ്പുരാനും കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്തും ഒക്കെ അതേപോലെ തന്നെ ഏറ്റവും അധികം സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള നായകന്മാരായിട്ടുള്ള ജയറാമേട്ടനും സുരേഷേട്ടനും ഇവരുടെ ഒക്കെ ഒരു കൂടെ ഒരു കംഫർട്ട് സോണിൽ ഞാൻ ആസ്വദിച്ച കുറേ ദിവസങ്ങളായിരുന്നു. ഇപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് പോലെ തന്നെ ശരിക്കും ഒരു സമ്മർ ക്യാമ്പിൽ ഇങ്ങനെ ഹോളിഡേയ്സ് സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന കുറേ പെൺകുട്ടികളുടെ കൂടെ. അപ്പോൾ അതിലിവിടെ നിവ്യയുണ്ട്, അൻസു ഉണ്ട്, കൃഷ്ണയുണ്ട്, ഇതേപോലെ മയൂരി ഉണ്ടായിരുന്നു, മഞ്ജുള, സംഗീത, ശ്രീജ, അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഇങ്ങനെ കലപില
എന്ന് എപ്പോഴും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്മർ ക്യാമ്പും, പിന്നെ സിയാദക പറഞ്ഞതുപോലെ എല്ലാവരുടെ ഫാമിലീസും ഒരു സമ്മർ വെക്കേഷൻ ടൈമിലായിരുന്നു അതിൻ്റെ ഷൂട്ടും നടന്നത്. അപ്പോൾ എല്ലാവരുടെ ഫാമിലീസും എല്ലാവരുടെയും ഒരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ബംഗ്ലാവും, ലിൻഗത്ത് എന്ന് പറയുന്ന ഊട്ടിയിലൊരു ബംഗ്ലാവും, അവിടെയുള്ള കുറേ തമാശകളും, ജനാർദ്ദനൻ ചേട്ടനും സുകുമാരി അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സുകുമാരി അമ്മ അവിടെ തന്നെയുള്ള നമ്മുടെ കിച്ചൺ മെസ്സിൽ ഉണ്ടാക്കി തരുന്ന നമുക്ക് എല്ലാവർക്കും ഭക്ഷണം സ്നേഹത്തോടെ സുകുമാരി അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. മണിച്ചേട്ടൻ്റെ തമാശകൾ, ജയറാമേട്ടനും മണിച്ചേട്ടനും കൂടെ ഒന്നിച്ച് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോട്ടിന് പോകാൻ പോലും ഭയങ്കര മടിയായിരുന്നു. അത്രയും തമാശകളായിരുന്നു ലൊക്കേഷനിലും ഒക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു സന്തോഷം, അതിനുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് ലൊക്കേഷനിൽ പോകാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ഇപ്പം നിന്ന് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ ആമി എന്ന അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അത്രയും ലേയേർഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ആവശ്യമുണ്ടായിരുന്നൊരു ഗൗരവം ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അത് പൂർണ്ണമായിട്ടും സിബി സാറിൻ്റെയും രഞ്ജേട്ടൻ്റെയും ഗൈഡൻസിൽ അത് ചെയ്തു എന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ആ സിനിമ കണ്ടത് തന്നെയായിരിക്കും, അതുകൊണ്ട് സ്പോയിലേഴ്സ് ഒന്നും എന്തായാലും ഇല്ല. ശരിക്കും ഇപ്പോഴത്തെ ഒരു അറിവും എക്സ്പീരിയൻസും വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ എന്തുമാത്രം ഒരു ഡിപ്രഷൻ ആയിരിക്കുമോ, എന്ത് മാനസികാവസ്ഥയെ കൂടി ആയിരിക്കും ആമി കടന്നു പോയിട്ടുണ്ടാവുക എന്ന് ഇപ്പം ആലോചിക്കുമ്പോൾ ശരിക്കും പേടി തോന്നുന്നുണ്ട്. കാരണം മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വളരെ ആക്റ്റീവായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു എന്തെങ്കിലും കുറച്ചുകൂടി ഒരു ഇപ്പോഴത്തെ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെൻ്റൽ ജേർണി ഒരുപക്ഷെ ആമിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ ഒരു റിലീസിൻ്റെ ഒരു ട്രെൻഡ് ശരിക്കും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാനും കാണുന്നുണ്ട്. ചില സിനിമകളൊക്കെ ഞാനും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനുള്ളൊരു സിനിമ റിലീസ് ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു പ്രതീക്ഷയും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിൽ നിൽക്കാൻ എനിക്ക് അതിന് നന്ദി പറയാനുള്ളത് സിയാദ്ക്കയോടും ഷമയോടും കോക്കസ് ഫിലിംസിനോടുമാണ്. അപ്പോൾ വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ അന്ന് സ്വീകരിക്കപ്പെട്ടതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ കുറച്ചും കൂടി വാസ്റ്റായിട്ട് ആ സിനിമ ഇനി റിലീസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് 4K ഡോൾബി അറ്റ്മോസ് എല്ലാവിധ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിഴിവും ആ സിനിമയ്ക്ക് ഇപ്പോൾ വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നല്ല ഒരു വ്യൂവിങ് എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ. അന്ന് സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഒന്നും കൂടി കണ്ട് ഒരു ഓർമ്മ പുതുക്കാം, അല്ലെങ്കിൽ അന്ന് കാണാൻ സാധിക്കാത്തവർക്ക് വീണ്ടും കാണാം. ഇപ്പോഴും ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് ചേച്ചി. ആക്ച്വലി നിങ്ങൾക്ക് 3 പേർക്കും യു ക്യാൻ ടേക്ക് എ ലുക്ക്, മെമ്മറി വോൾ ഉണ്ട്. ഇവരാണോ ആ സൈഡിലിരിക്കുന്ന കുട്ടികൾ അല്ലേ? ഓൾ റൈറ്റ്. അപ്പം അവരെ ഫോട്ടോസൊക്കെ കണ്ടു നിൽക്കുന്ന ആ ഒരു മൊമെന്റിൽ നമ്മൾ വല്ലാതെ അങ്ങോട്ട് ഇൻഡൾജ്ഡ് ആയി പോയി. എങ്കിലും ഒരു വളരെ ഓസ്പിഷ്യസ് ആയിട്ടുള്ളൊരു സെറമണിയാണ് അടുത്തതായി ഈ വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. ഇത്ര മനോഹരമായിട്ട് അഭിരാമിയെ ചെയ്ത് മലയാളികൾക്ക് സമ്മാനിച്ച് മഞ്ജു ചേച്ചിക്ക് നമ്മുടെ എല്ലാവരുടെയും സ്നേഹം ഒരു മൊമെൻറ്റോ എന്ന രൂപേണ നമ്മൾ കൈമാറാൻ പോവുകയാണ്. അതിനായി സിയാദ് സാറിനെയും സിബി സാറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. മഞ്ജു ചേച്ചി, പ്ലീസ് റിസീവ് ഇറ്റ് ഫ്രം അസ്. സമരൻ ബദ്ലഹേം എന്ന സിനിമയെ സ്നേഹിക്കുന്ന, ആമിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ സ്നേഹമാണിത്. ഒരു വലിയ കൈയടി നമുക്ക് കൊടുക്കാം നമ്മുടെ അഭിരാമിക്ക്, നമ്മുടെ ആമിക്ക്. Thank you so much. 3 പേരോട് requesting you to join the audience. Thank you ചേച്ചി. കോക്കേഴ്സ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സ് എന്നത് കോക്കേഴ്സ് ഫിലിംസിൻ്റെ ഒരു ക്രിയേറ്റീവ് വിങ് ആണ്. അതായത് ഇത്രയും നാളും ഞാൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ശരിക്കും ഇതൊരു ഡിവൈൻ ഒരു ബ്ലെസ്സിങ്ങോട് കൂടി തന്നെ വേണമെന്നുള്ളൊരു ആഗ്രഹം നന്ദി പറയുന്നു. രണ്ടാമത് സിബിയങ്ങളും കപ്പയൊക്കെ വളരെ ചെറുപ്പം മുതൽ ഒരു സിനിമ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടു നടന്ന ഒരാളാണ് ഞാൻ. സോ അവരുടെ ആ ഒരു ജേർണി ഏതെങ്കിലും രീതിയിൽ വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടെ ആ ഒരു ക്രിയേഷൻ വീണ്ടും തിയേറ്റേഴ്സിൽ എത്തിക്കാൻ പറ്റുന്നതും എനിക്കൊരു വളരെ പ്രൗഡായിട്ടുള്ള
നോളജാണ്. പിന്നെ എനിക്ക് ഇന്നിവിടെ പറയാനുള്ളത് ഒരു 2 ഫാമിലീസിനെ പറ്റിയിട്ടാണ്. So there are 2 families who are very close to my heart. അവർ ഇന്ന് നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ 4th year റിലീസിന്റെ ജേർണിയിൽ ഒരു വലിയ പാർട്ടാണ്. I would like to call upon to the stage Anjana Takis represent ചെയ്യുന്ന Philip Zakaria and Anjana Philip and all. Thanks to Everyday Movies and to my dearest husband, because ഈ ഒരു മൊമെന്റ് എനിക്ക് തന്നതിനകത്ത് ഇവരെല്ലാം കൂടെ ചേർന്നാണ് എനിക്കിങ്ങനെ ഇവിടെ ഒരു മൊമെന്റ് എനിക്ക് സംസാരിക്കാൻ പറ്റിയത് തന്നെ. സോ ഐ എം വെരി ഹാപ്പി. താങ്ക് യു. ഐ എം വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ ടീം. ഓക്കെ ഗൗരി. സോ നമസ്കാരം. ആദ്യമേ ഈ സ്വാഗതം പറയേണ്ടത് എൻ്റെ കടമയല്ല, എന്നാലും ഞാനും കൂടി അതിനൊരു ഭാഗമായ സ്ഥിതിക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നല്ല വ്യക്തികൾക്കും ഞാൻ ഒരു വിദേശ മലയാളിയാണ്. ബിസിനസ്സൊക്കെയാണ് പുറത്താണുള്ളത്. ആദ്യമായിട്ടാണ് എൻ്റെ ഇങ്ങനൊരു സംരംഭം ഇത് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു സംരംഭത്തിൽ കണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, 27 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ഇപ്പോഴുള്ള സമകാലീന സിനിമാ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ അന്ന് ഇത്തരത്തിൽ അത്ര കളർഫുൾ പടം നമ്മളൊരു പക്ഷേ ഓക്കെ, തീർച്ചയായിട്ടും അവന് എല്ലാവരും കയ്യിൽ കൊടുക്കണം. അതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം. എന്നൊരിക്കൽ കൂടി ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയതിന് നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഇതൊരു നല്ല വിജയമാകട്ടെ. കുറേ ഞാൻ ക്ഷമ പഠിപ്പിച്ചിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മ. അപ്പം താങ്ക് യു സോ മച്ച്. You want to say something? സത്യമായിട്ട് എനിക്കത് പറഞ്ഞത് അറിയത്തില്ല. കാരണം ഇപ്പം അഞ്ജനാറ്റി പറഞ്ഞാൽ 27 വർഷങ്ങൾക്ക് മുമ്പ് അഞ്ജന 8ാം ക്ലാസ് പഠിക്കുകയാണെങ്കിൽ ഞാൻ, പക്ഷെ ആ ഒരു കാരണം കൊണ്ട് ഞാൻ സിനിമ കാണാനിരുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അതുപോലെ ഇപ്പം എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ ഈ സിനിമ റിലീസ് ചെയ്യാൻ ചോദിക്കുമ്പോൾ ഞങ്ങൾ സംരംഭത്തിൽ അവർ ഈ സിനിമ സംരംഭത്തിൽ ഞങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കുന്ന പാട്ടില് ആ പാട്ടിന്റെ സിനിമയാണ് റിലീസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴാണ് അവർ അറിയുന്നത് ഈ സിനിമ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് ഞങ്ങൾക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ പാട്ടായാലും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം സത്യം പറഞ്ഞാൽ അത് റിലീസ് ചെയ്തതിന് ഒരു ഭാഗമാകാൻ പറ്റില്ല. ഭയങ്കര സന്തോഷമുണ്ട്. അതായത് സത്യം പറഞ്ഞപ്പോൾ തീർച്ചയായും കാണാൻ പറ്റിയ സിനിമയാണ്. ഒരു ഫാമിലി ഫീൽ ഗുഡ് ഹ്യൂമർ ഫാമിലി ഒരു പടമാണ്. എല്ലാവരും തീർച്ചയായും പോയി കാണുന്ന സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. നന്ദി. Thank you so much. ഇനി ഇവർക്കായി the stage please. സിബി സർ കൂടി നമ്മളൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ 3 പേരും ചേർന്ന് ഇന്ന് ഇവിടെ ഈ ഒരു സംരംഭത്തിൽ എന്ന സിനിമ റീ റിലീസിന് കാരണക്കാരായവർക്ക് മൊമെന്റോ കൊടുത്ത് ആദരിക്കാനായി നമ്മളെ ജോയിൻ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിന്റെ തിരിച്ചുവരവ് കൂടിയാണ്. ആ ഒരു കാലത്തെ വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് കൊണ്ട് വന്ന ടീമാണിത്. ഒരു ഹ്യൂജ് താങ്ക്സ് നമുക്ക് എല്ലാവർക്കും പറയാം ഒരു കയ്യടിയുടെ രൂപത്തിൽ. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് put your hands together for this auspicious moment. Thank you all. Thank you so much. അവരുടെ ഒരു എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ദേവദൂതൻ ഇന്ന് നമ്മിലും അവരുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവർ തരുന്ന ഒരു കോൺഫിഡൻസും സ്ട്രെങ്ത്തും ധൈര്യവും ഒക്കെ വളരെ വലുതാണ്. I would like to extend my hearty thanks to High Studios and the entire team of High Studios, especially Mr. Bonnie and everyone on the team. തിയേറ്റേഴ്സിൽ കണ്ടിരുന്നു ദേവദൂതൻ, ഛോട്ടാ മുംബൈ. സോ അതുപോലെയുള്ള സിനിമകളെ 4K റീമാസ്റ്റർ ചെയ്ത് ഡോൾബി അറ്റ്മോസ് സൗണ്ട് അപ്ഡേഷൻ ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച ടീമാണ് ഹൈ സ്റ്റുഡിയോസ്. സോ ഐ വെൽക്കം യു ടു ദ സ്റ്റേജ്.
Okay, so High Studios represent ചെയ്ത് താസ ആൻഡ് അഭിമന്യു is here. രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു കൈയടി കൊടുക്കാം. Yes, they are there. പോലുള്ള വിഷ്വൽ ട്രീറ്റ് ഇപ്പോഴത്തെ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് താങ്ക് യു സോ മച്ച്. നമ്മൾ ചെയ്യുകയാണ് ഇവർക്കുള്ള ഒരു ടോക്കൺ ഓഫ് ലവ് സമ്മാനിക്കുന്നതിനായി. ട്രെയിലർ ലോഞ്ച് ആയി എന്നത് ഒഫീഷ്യലി ഇതിനേക്കാളും നല്ലൊരു പേഴ്സൺ ഈ ഒരു ക്രൗഡിൽ ഉണ്ടാകും എന്ന്. സോ ക്യാൻ ഐ ഹാവ് ദ മൊമെന്റോ പ്ലീസ്? Civil servants here, sir, please join back the audience. മഞ്ജു ചേച്ചിയോട് ചെറിയൊരു റിക്വസ്റ്റ് ഞാൻ പറഞ്ഞോട്ടെ, ഓർമ്മയുണ്ടെങ്കിൽ മതി. അതിന്റെ കസിൻസ് ഡയലോഗ് നമുക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് കൈയടിക്കുക ചേച്ചി, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പറയുന്നത്. അത് ഏത് ഓർമ്മത്തിൽ വിളിച്ച് എഴുതിച്ചാലും എപ്പോഴും പറയാൻ അത് കന്നഡ അറിഞ്ഞിട്ട് പറഞ്ഞതാണോ മഞ്ജു ചേച്ചി? പേടിയില്ല, ഇന്നും എനിക്ക് അറിയില്ല. അതിൽ കൂടുതൽ കന്നഡ ഇന്നും എനിക്ക് അത് എത്ര റീടേക്ക് എടുത്തു പറഞ്ഞപ്പോ അടിപൊളിയാണോ? അപ്പൊ കന്നഡ അറിയാത്ത ആൾ ഇതേപോലെ കന്നഡ പറഞ്ഞിട്ട് നമുക്കൊരു കൈയ്യടി കൊടുക്കാം. ആ ഡയലോഗ് നമുക്കൊന്ന് കേൾക്കാം. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾದ್ರೂ ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ അക്സെപ്റ്റിംഗ്. നേരിട്ട് കാണണം കേൾക്കണം എന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് നിങ്ങൾക്കും ഉണ്ടാകും എന്ന് ഇന്നിവിടെ സിബി സർ ഓൺ ടു ദ സ്റ്റേജ് ആൻഡ് ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ വേദിയിലേക്ക് കടന്നു വരുന്നത് വിത്ത് ലോട്ട്സ് ഓഫ് റെസ്പെക്ട്. യെസ്, ഗിരീഷ് സാറിന്റെ ബ്രദറും കൂടി ഉണ്ട്. അദ്ദേഹത്തിനോട് കൂടി ഈ വേദിയിൽ ഈ ഒരു ഡയസ് സോറി. സോ ഗിരീഷ് സാറിന്റെ രണ്ടാമത്തെ മകനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനോട് കൂടി വേദിയിലേക്ക് ചെറുതായിട്ട് കൂട്ടിയെങ്കിലും സിബി സാർ ആർക്കും അത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിളിക്കട്ടെ അവരെ വേദിയിലേക്ക്. ഷർമി ചേച്ചി, അതെ, ആരാണെന്ന് എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ? അതെ, മഞ്ജു ചേച്ചി നേരത്തെ ഇവിടെ പറഞ്ഞ ആ ഒരു ഡയലോഗിലുണ്ട്. എനി ഫ്രം ദി ഓഡിയൻസ്, എനി ഗസ്? കസിൻസ്, എക്സാക്ട്ലി. അവരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരാരൊക്കെയാണ് എന്ന് മുഖം കണ്ട് മഞ്ജു ചേച്ചിക്ക് തിരിച്ചറിയാൻ പറ്റുമോ? മഞ്ജു ചേച്ചി തിരിച്ചറിയും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അവരെ കാണണ്ടേ? ലെറ്റ് us welcome അൻസു, കൃഷ്ണ ആൻഡ് നിവ്യ ഓൺ ടു ദ സ്റ്റേജ്. 5 കസിൻസിൽ 3 പേരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഓ, വളരെ ചെറുതായിരുന്നു പറഞ്ഞ് നല്ലൊരു കൈയടി കൊടുക്കാം to the gorgeous ladies coming on to the stage. Here we have Ansu, Krishna and Nivya. രണ്ട് വാക്ക് നമ്മുടെ ഓഡിയൻസിനോട് ഒന്ന് സംസാരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. എന്താ സംസാരിക്കേണ്ടെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഒന്നും ഓർമ്മില്ല. അതൊരു വെക്കേഷൻ ടൈം ആയിരുന്നു മക്കളൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ നമ്മളെല്ലാ ഒരു ഫാമിലി ഫുൾ വെക്കേഷന് പോയി സെലിബ്രേറ്റ് ചെയ്ത് വന്നു. അതിനിടയിൽ എപ്പോഴും ക്യാമറ വയ്ക്കുന്നു, ഫോൺ വിളിക്കാൻ പറയുന്നു, ഡയലോഗ് പറയാൻ പറയുന്നു, അങ്ങനെ ഒരു ഓർമ്മയുള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. 27 ഇയേഴ്സിന് ശേഷം അറ്റത്തുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ മഞ്ജു ചേച്ചി ഇപ്പം പറഞ്ഞ പോലെ അങ്ങനെ അതിനെക്കാട്ടി യങ്ങായിട്ടിരിക്കുന്നു. നമ്മളൊക്കെ വയസ്സായി. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സിജേങ്ങൾ, താങ്ക് യു സിയാദങ്ങൾ, താങ്ക് യു. ബോണിയാണ് വിളിച്ചത്, ബോണി താങ്ക് യു. ഷർമീൻ താങ്ക് യു. എല്ലാവരും മൂവി പോയി കാണണം, ഞങ്ങളും പോയി കാണും. താങ്ക് യു. എൻ്റെ പേര് ആൻസു. ഞാൻ ഈ യങ്ങസ്റ്റ് കിഡാണ് സമരം ബേദ്ലഹമിലെ മഞ്ജു ചേച്ചിൻ്റെ യങ്ങസ്റ്റ് കസിൻ. മൂവി ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. ഇന്നും ആൾക്കാർ സമരം ബേദ്ലഹം എന്ന് പറയുന്നതിനോട്
നല്ല സ്നേഹം കാണിക്കുന്നതിൽ ഞാനും അതിലൊരു പാർട്ടായത് സന്തോഷമുണ്ട്. മെമ്മറീസ് കൃഷ്ണ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വെക്കേഷൻ മോഡായിരുന്നു. ഒരു ഏപ്രിൽ ടൈമിലാണ് ഇത് ഷൂട്ട് ചെയ്തത്. അപ്പം ഫുൾ വെക്കേഷൻ മോഡ്, പിള്ളേർ സെറ്റ്, പിന്നെ മഞ്ജുചേച്ചിയായിട്ട് പെട്ടെന്ന് ഐസ് ബ്രേക്കായി. എനിക്കൊരു ചെറിയ മെമ്മറി ഉള്ളത്, മഞ്ജുചേച്ചി എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ഇങ്ങനെ കാര്യമായിരുന്നു. അപ്പം മടിയിലിരുത്തി ഞങ്ങളെല്ലാവരും വലിയ കാര്യമായിരുന്നു. അപ്പം ആ ഒരു മെമ്മറി ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ചൂളം മടിച്ച് ഇറങ്ങി നടക്കുക, അതിലൊക്കെ ഡാൻസ് ആ സീക്വൻസ് ഒക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ഫൺ ഫീൽഡ് മൂവിയായിരുന്നു. ബോണ്ടിങ് ഉണ്ട് ഇതിൽ, ഒരുപാട് സ്നേഹമുള്ളൊരു മൂവിയാണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഈ മൂവി പോയി കാണുന്നു. താങ്ക് യു. ചേച്ചി പ്ലീസ്. നമസ്കാരം, ഞാൻ നിവ്യ. ഞാനൊരു 70 പടത്തിലോളം അഭിനയിച്ചിട്ടുണ്ട്. ആദ്യത്തെ പടത്തേക്കാളും എനിക്ക് പറയാനുള്ളത് ഞാൻ സല്ലാപമാണ്. എന്നെ നിവ്യ എന്ന് പറഞ്ഞത് അറിഞ്ഞു തുടങ്ങിയത് സല്ലാപത്തിലൂടെയാണ്. മഞ്ജുചേച്ചിയുടെ ഒപ്പം തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ മൂവീസൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ എൻ്റെ രണ്ടാമത്തെ പടം എപ്പോഴും സംരംഭത്തിലേക്കേ പറയുള്ളൂ. കാര്യം അത്രയും എൻജോയ് ചെയ്തിട്ട് രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ അത്രയും എൻജോയ് ചെയ്ത പടം ഞാൻ അഭിനയിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, ഞാൻ അന്ന് കണ്ടത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നടുക്കിരുന്ന് കുറച്ച് സിനിമ കണ്ടു, പിന്നെ കുറച്ച് പോപ്കോണൊക്കെ കഴിച്ചു. അങ്ങനെ ഇന്നിപ്പോൾ കാണാൻ പോകുന്നത് എൻ്റെ 2 പിള്ളേരുടെ കൂടെ ഇരുന്ന് കാണാൻ പോകുന്നത്. അവരിപ്പോ ഞാൻ ഈ സിനിമയിൽ ഇതിലില്ല. 12 വയസ്സ് അത്രേ ഉണ്ടോന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. 11-12 വയസ്സ് അത്രേ ഉള്ളൂ. എൻ്റെ മോൻ ഇപ്പോൾ മൂത്ത ആൾക്ക് 15 വയസ്സായി. അപ്പോ അവൻ നോക്കുമ്പോ അമ്മ ചെറുതാ. അപ്പൊ ഞാനത് വെയിറ്റ് ചെയ്യാണ്. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു വേദിയിലേക്ക് വരാൻ പറ്റിയതിലും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒരു റിക്വസ്റ്റ് ഉണ്ട് ഫ്രം ദ ഓഡിയൻസ്. ഇതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ 3 പേര് മതി, നമുക്ക് 3 പേരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ തൽക്കാലം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാമോ എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. അതിന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, ഞങ്ങള് ഫുൾ കളിയല്ലേ. ബോർഡ് തട്ടി കളിക്കുക തന്നെ. അപ്പൊ ഫ്രെയിം ഔട്ട് ആകുമ്പോ ചേട്ടന്മാര് പറയും ഉള്ളിൽ കളിക്കും. പക്ഷെ ബോൾ ഉണ്ടാവില്ല, ബോൾ വേറെ സ്ഥലത്തായിരിക്കും. അപ്പൊ ഇതെടുക്കാൻ വേണ്ടി ഒരാൾ പോകും, പിന്നെ അത് കൊണ്ടുവന്ന് വെച്ച് പിന്നെയാണ് കളി. മൊത്തം കളിയായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ശരിക്കും എൻജോയ് ചെയ്തു. ഇതാണ് ചെറുതിലെ ഏറ്റവും വലുത് ഞാനായിരുന്നു. ഞാനാണ് സുരേഷ് ഏട്ടനോട് ബി ഹെറ്റ് യു എന്ന് പറഞ്ഞത്. പിന്നെ ടോയ്ലറ്റ് സീൻ വന്നപ്പോ പറയുന്നുണ്ട്, അമ്മി ചേച്ചി ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പോയപ്പോ അങ്കിൾ ഒളിഞ്ഞു നോക്കിയതാന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അത് ആ 2 ഡയലോഗ് പറഞ്ഞപ്പോ മാത്രമാണ് ഇത് അഭിനയമാണ്, സിനിമയാണെന്നുള്ള ഒരു തോട്ട് വന്നത്. ബാക്കി 45 ദിവസവും ഞങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ച്. ഓക്കെ, അൻസു ഏതാണെന്ന് കാണിച്ചു, നിവ്യ ചേച്ചി ഏതാണെന്ന് കാണിച്ചു. കൃഷ്ണ ഇതിൽ ഏതാണ്? അതാണ് കൃഷ്ണ. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയ രീതിയിൽ ഈ ഫോട്ടോ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാമോ? റെഡി. നിവ്യ ചേച്ചി ഫുൾ ഓൺ ആണ്. ഇത് ചൂളം പഠിച്ച പാട്ടിന്റെ താങ്ക് യു സോ മച്ച്. ആൻഡ് അല്ലേ, നിങ്ങൾക്ക് ഭയങ്കര പെട്ടെന്ന് ഐസ് ബ്രേക്ക് ആയതാണെന്നല്ലേ പറഞ്ഞത്. മഞ്ജു ചേച്ചി പ്ലീസ് ഡു ബി ഓണസ്റ്റ്. മഞ്ജു ചേച്ചി അന്ന് ഇവരെ കണ്ടതിന് ശേഷം പിന്നീട് ഇന്നാണോ ഇവരെ കാണുന്നത്? ലൈക്ക് ഇവരെ പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റിയോ എന്നാണ്? ഞാൻ കൃഷ്ണയായിട്ടും നിവ്യയായിട്ടും ഇടയ്ക്ക് ഫോണിൽ കോണ്ടാക്ട് ഉണ്ട്. ഞാൻ കുറെ വർഷമായി കണ്ടു. പക്ഷെ പെട്ടെന്ന് കണ്ടു റിയലൈസ് ചെയ്തു, മനസ്സിലായി. ഇവർ രണ്ടുപേരുടെ നടുക്കായിരുന്നു. മനസ്സിലായി അല്ലേ? ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്.
വീണ്ടും കാണാൻ സാധിച്ചതിൽ അല്ലേ മഞ്ജു ചേച്ചിയുടെ ഒരു എക്സ്പ്രഷൻ, കുട്ടികളൊക്കെ വലുതായി എന്നുള്ള എക്സ്പ്രഷൻ ചേച്ചി ഇപ്പോഴും ഞങ്ങള് വന്നപ്പോ പറയായിരുന്നു സ്റ്റിൽ ഇത്രയും യങ് ആയിട്ട് ഒരു മാറ്റമില്ല എന്നുള്ളൊരു രീതിയിൽ ഷോക്കായിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളെ വിളിച്ചു, ആ സംസാരിച്ചു, അതേ സ്നേഹം ഇന്നും ഉണ്ട്. അതിൽ ഭയങ്കര ഇതാണ്, ഭയങ്കര ഇൻസ്പയറിംഗ് ആക്ട്രസ്. വെരി ഹോൾസം മൊമെന്റ്, വെരി ഹോൾസം മൊമെന്റ്. ആ സിനിമയിലെ പൂച്ചകളിലെ പുറകിലെ കൈകൾ നല്ല രഹസ്യം പോലെ മഞ്ജു ചേച്ചിയുടെ യുവത്വത്തിന്റെ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. ചേച്ചി, താങ്ക് യു ഫോർ ഡൂയിങ് ദി ഓണേഴ്സ്. We have the costumer of Summer in Bethlehem, SD സ്വാഗതം ചെയ്തുകൊള്ളുന്നു to receive the memento from Sibi sir and Siyad sir. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആ സമയത്തെ ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു സമ്മർ ഇൻ ബെത്ലഹേമിലെ കോസ്റ്റ്യൂംസ് എന്ന്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളാണ് SB സതീശൻ. റിസീവിംഗ് ദ മൊമെന്റോ ഫ്രം ദ മേക്കേഴ്സ്. ഒരു കൈയടി നമുക്ക് കൊടുക്കാം. Next, I would like to welcome the associate side പ്രവർത്തിച്ച തോമസ് സെബാസ്റ്റ്യൻ ആൻഡ് ഗിരീഷ്. രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തോമസ് സർ ആൻഡ് ഗിരീഷ് സർ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. That's Shan Ashif. And next we have Jibin Joy. Prasad Studios, Anthony. And again from Team 4K we have Hari Narayanan. അമ്മയ്ക്ക് വളരെ പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു വലിയ കൈയടി കൊടുക്കാം. താങ്ക് യു അമ്മ, താങ്ക് യു സോ മച്ച്. അടുത്തതായി സിനിമയുടെ ഇപ്പോൾ PRO ആയിട്ടുള്ള ശിവപ്രസാദ് ഏട്ടനാണ് വേദിയിലേക്ക് കടന്നു വരുന്നത്. ലെറ്റ് മീ വെൽക്കം P. ശിവപ്രസാദ് ഓൺ ടു ദ സ്റ്റേജ്. ശിവപ്രസാദ് ഏട്ടനുള്ള മൊമെന്റ് ചേട്ടൻ തന്നെ കൊണ്ടുവരാൻ പാടില്ലല്ലോ. അതെ അതെ, ഹി വാസ് ദ വൺ പാസിംഗ് മൊമെന്റോസ്. ഓക്കെ, താങ്ക് യു ചേട്ടാ. അടുത്തതായി വാഴൂർ ജോ. താങ്ക് യു സോ മച്ച് ജോസേട്ടാ. നെക്സ്റ്റ് അപ്പ് വി ഹാവ് ശബരി ശങ്കർ. മൊമെന്റോ ഫ്രം സിബി സർ. I'd like ചെയ്തുകൊണ്ടിരിക്കുന്നത്. And next up we have Arjun Murali. And next up we have Suraj Suran. അടുത്തതായി വേദിയിലേക്ക്